ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ 15 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി. ഉത്തരം മുകേഷ് ദലാൽ. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നീലേഷ് കുംബാനിയുടെ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രികകൾ പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിജയം. ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തിബാം അവസാന നിമിഷം പിന്മാറിയതോടെ BJP സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ശങ്കർ ലാൽവാനിയും വിജയിച്ചു. ബംഗളൂരുവിൽ നിന്നുള്ള നിഖിൽ കാമത്ത് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഉത്തരം ഫോബ്സ് മാസികയുടെ 2024 200 ഇന്ത്യക്കാരായ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോദയുടെ സഹസ്ഥാപകനാണ് നിഖിൽ. ഇദ്ദേഹത്തിന്റെ ആസ്തി $310 കോടി ആണ്. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി ജോലി ചെയ്ത സംരംഭകനായ വ്യക്തി കൂടിയാണ് നിഖിൽ. IPLന്റെ ചരിത്രത്തിൽ 100 ക്യാച്ചുകളും 100 വിക്കറ്റും 1000 റൺസും നേടിയ ആദ്യ ക്രിക്കറ്റ് താരം. ഉത്തരം രവീന്ദ്ര ജഡേജ. രാമകൃഷ്ണ മഠത്തിന്റെയും മിഷന്റെയും അധ്യക്ഷനായി ചുമതലയേറ്റത്. ഉത്തരം സ്വാമി ഗൗതമാനന്ദ. ശ്രീലങ്കയിലെ ഏത് വിമാനത്താവളമാണ് ഇന്ത്യ-റഷ്യ സംയുക്ത സംരംഭത്തിന് പാട്ടത്തിന് നൽകിയത്? ഉത്തരം മട്ടല മഹീന്ദ്ര രാജപക്സെ വിമാനത്താവളം, ഹംബൻടോട്ട. ഇന്ത്യയിലെ ശൗര്യ എയറോനോട്ടിക്സും റഷ്യയിലെ എയർപോർട്ട്സ് ഓഫ് റീജൻസ് മാനേജ്മെന്റ് കമ്പനിയും ചേർന്നാണ് വിമാനത്താവളം 30 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തത്. ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ 2013 മട്ടല വിമാനത്താവളം നിർമ്മിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിലെ VVPAT സ്ലിപ്പുകൾ മുഴുവൻ എണ്ണണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. VVPATന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അലഹാന്ദ്ര മരീസ റോഡ്രിഗ്വസ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെ? ഉത്തരം 2024 മിസ് യൂണിവേഴ്സ് ബ്യൂണസ് ഐറസ് ആയി 60ാം വയസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 2023 വിശ്വസുന്ദരി മത്സരത്തിനുള്ള 18 മുതൽ 28 എന്ന പ്രായപരിധി ഒഴിവാക്കിയത്. രാജാ രവിവർമ്മയുടെ ഏത് ചിത്രത്തിനാണ് 2024 ഏപ്രിലിൽ 17 കോടി രൂപ ലേലത്തിലൂടെ ലഭിച്ചത്? ഉത്തരം മോഹിനി. മുംബൈയിലെ പൂണ്ടോൾ ഗാലറിയാണ് ഈ എണ്ണച്ചായ ചിത്രമടക്കം 71 കലാസൃഷ്ടികൾ ലേലത്തിന് വെച്ചത്. മുംബൈയിൽ രവിവർമ്മ ആരംഭിച്ച പ്രസ് നടത്താനായി ജർമ്മനിയിൽ നിന്നെത്തിയ ഫ്രിറ്റ്സ് സ്ലിച്ചറിന്റെ കുടുംബശേഖരത്തിലുള്ളതാണ് ചിത്രം. നർത്തകിയും ഗായികയുമായ അഞ്ജനി ബായ് മൽപക്കർ ആണ് മോഹിനിക്ക് മോഡലായത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം ബംഗളൂരുവിൽ പുറത്തിറക്കിയ കമ്പനി. ഉത്തരം ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ്. ഇന്ത്യയുടെ പ്രതിരോധ എയറോസ്പേസ് കമ്പനിയാണ് FWD. വില കൂടിയ ആളില്ലാ ബോംബർ വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കും. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത്? ഉത്തരം വിഴിഞ്ഞം. കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ വിഴിഞ്ഞത്ത് വിദേശ കപ്പലുകൾക്കും നാവികർക്കും എത്തിച്ചേരാനാകും. ഈജിപ്തിലെ ഏത് ഫറോവയുടെ ശവകുടീരം തുറന്ന് പരിശോധിച്ചവരുടെ മരണകാരണമാണ് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? ഉത്തരം തൂത്തൻഖാമൻ.
1922 ശവകുടീരം ആദ്യമായി തുറന്ന് പരിശോധിച്ച 20 പേർ മരണപ്പെട്ടത് ഫറോവയുടെ ശാപം മൂലമാണെന്നായിരുന്നു ഈജിപ്തുകാരുടെ വിശ്വാസം. 3200-ലേറെ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച് അടച്ചു സൂക്ഷിച്ച കല്ലറയിലുണ്ടായിരുന്ന വസ്തുക്കളിൽ നിന്നുള്ള ഹാനികരമായ റേഡിയേഷനുകളും മറ്റു വിഷവസ്തുക്കളുമാണ് പര്യവേഷകരുടെ ജീവൻ അപഹരിച്ചതെന്നാണ് കണ്ടെത്തൽ. 2 പതിറ്റാണ്ടായി ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന ഏത് പലസ്തീൻ സാഹിത്യകാരനാണ് 2024-ലെ അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ബാസിം കന്താഗ്ജി. എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ എന്ന നോവലിനാണ് പുരസ്കാരം. ടെൽ അവീവിൽ നടന്ന ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് 2004 മുതൽ ബാസിം തടവിലാണ്. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം? ഉത്തരം ഷെയ്ൻ വാട്സൺ. 2024-ലെ T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്? ഉത്തരം രോഹിത് ശർമ്മ. ഹർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടി. 2024 ജൂൺ 2 മുതൽ 29 വരെ US-ലും വെസ്റ്റ് ഇൻഡീസിലുമാണ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 3. എ പ്രസ് ഫോർ ദ പ്ലാനറ്റ്, ജേർണലിസം ഇൻ ദ ഫേസ് ഓഫ് ദ എൻവയറമെന്റൽ ക്രൈസിസ് എന്നാണ് 2024-ലെ ദിനാചരണ വിഷയം. ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതിനുള്ള ദൗത്യം ചൈന 2024 മെയ്യിൽ വിജയകരമായി വിക്ഷേപിച്ചു. ഇതിന്റെ പേര്? ഉത്തരം ചാങ്യി 6. ഭൂമിയിൽ നിന്ന് നേരിട്ട് കാണാനാകാത്ത ചന്ദ്രഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള ആദ്യ ദൗത്യമാണിത്. ഈ ദൗത്യത്തിനോടൊപ്പം പാകിസ്ഥാന്റെ ആദ്യ ചാന്ദ്ര ഉപഗ്രഹമായ ICube-Qവും ചൈന വിക്ഷേപിച്ചു. ഇന്ത്യയിലെ യൂണിസെഫ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ബോളിവുഡ് നടി? ഉത്തരം കരീന കപൂർ. 2024-ലെ ലോക പുസ്തക തലസ്ഥാന നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്? ഉത്തരം സ്ട്രാസ്ബർഗ്. 2023-ലെ പുസ്തക തലസ്ഥാന നഗരം ഘാനയിലെ ആക്രയായിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 23-ന് ലോക പുസ്തക പകർപ്പവകാശ ദിനമായി ആചരിക്കുന്നു. റേഡിയോ വേ എന്നതാണ് 2024-ലെ ദിനാചരണ വിഷയം. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്. 2024-ലെ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ജേതാക്കൾ: സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ നൊവാക് ജോക്കോവിച്ച്. സെർബിയയുടെ ടെന്നീസ് സൂപ്പർ താരമായ ജോക്കോവിച്ച് 5ാം തവണയാണ് ഈ പുരസ്കാരം നേടിയത്. 2012, 2015, 2016, 2019 വർഷങ്ങളിൽ ജേതാവായിരുന്നു. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ? ഉത്തരം ഐറ്റാന ബോൺമാറ്റി. ബാർസലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിന്റെയും താരമായ ഐറ്റാന 2022-23-ലെ ബാലൻ ഡിയോർ, ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരങ്ങളും നേടിയിരുന്നു. കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം സൈമൺ ബൈൽസ്. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ജൂഡ് ബെല്ലിംഗ്ഹാം. ടീം ഓഫ് ദി ഇയർ സ്പാനിഷ് വനിതാ ഫുട്ബോൾ ടീം. സ്പോർട്സ് ഫോർ ഗുഡ് ഫണ്ടേസ്യൻ റാഫ നഡാൽ. സ്പെയിനിലെയും ഇന്ത്യയിലെയും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി സ്പാനിഷ് ടെന്നീസ് താരം റഫേൽ നഡാൽ ആരംഭിച്ച സംഘടന. ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അരിസ്ട്രു. ഓസ്ട്രേലിയ സ്കേറ്റ് ബോർഡ് താരം. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.